അപ്പൊ എന്തോ ഉണ്ട്. പിന്നെ എന്താ ചേച്ചി പൂവിന്റെ മണം എന്തോ വരാത്തിന് വരുമ്പോഴും ഭയങ്കര മുല്ലപ്പൂവിന്റെ. അത് മുല്ലപ്പൂവിന്റെ സ്പ്രേ അടിച്ചതായിരിക്കും. പിന്നെ ഇവിടുന്ന് രാവിലെ പോകുമ്പോ എന്റെ ചേച്ചി ഇപ്പൊ നാടകം പഠിപ്പിക്കാനല്ലേ പോണത്. അതൊരു മുല്ലമരത്തിന്റെ ചോട്ടിലിരുന്നാണ് പഠിപ്പിക്കണെങ്കിൽ മുല്ലമരത്തിന്റെ ചോട്ടിൽ നിൽക്കുന്നവർക്കൊക്കെ മുല്ലപ്പൂവിന്റെ മണമല്ലേ? എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഇപ്പൊ തമ്പിയണ്ണന്റെ നടപ്പ് അങ്ങനെയാ. ചെറുപ്പക്കാരെ പോലെ ഇതിൽ കൂടെ നടക്കുമ്പോ അങ്ങനെ ഒരാള് മാറണമെങ്കിൽ അയാൾ ആരോ കാണാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ നടക്കുന്നത്. ശരി, ഓക്കെ. നിങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നമുക്ക് തീർക്കണം. നാളെ തമ്പിച്ചേട്ടൻ പോകുമ്പോ പുറകെ നമ്മളും പോകുന്നു. കറക്റ്റ്, ഞാൻ പറയാൻ വന്നതാ. ചേച്ചി ഇത് ബസ് സ്റ്റോപ്പിലോട്ടാണല്ലോ ചേച്ചി പോണത്. എന്ത് ചേച്ചി എന്നെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വന്നേ വാ, കരയല്ലേ. പൂക്കടയിലോട്ട് കയറി പോകുന്നത് കരയല്ലേ. ഇങ്ങോട്ട് കടക്കകത്തോട്ട് എന്തിനാ കയറി പോയത്? ചിലപ്പോ അകത്ത് ഏതെങ്കിലും ഒരുത്തി ഉണ്ടാവും. അങ്ങനെ വേണ്ട. പിടിക്കുകയാണെങ്കിൽ രണ്ടിനെയും കൈയോടെ പിടിക്കണം. ഒരാളെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. വെയിറ്റ് കൈയോടെ പിടിക്കാൻ ചേച്ചി. കൈയോടെ പിടിച്ചിട്ട് ഓടിച്ചെന്നൊരു ഒറ്റ അടി കൊടുത്തോളാം കർണക്കുറ്റി നോക്കി. അവളുടെ മതിയെ. അത് നടക്കേടാ. അയ്യോ, ഇതായിരുന്നു നാടകം പഠിപ്പിക്കല്. ഇതാണോ നിങ്ങളെ നാടകം പഠിപ്പിക്കുന്ന സ്ഥലം? എന്നോട് പറഞ്ഞുകൂടായിരുന്നു ഇങ്ങനെയാണെന്ന്. ഞാൻ അറിയപ്പെടുന്ന നാടകമൊന്നുമില്ലടി. അവിടെ വല്ലൊരു നാട്ടുകാർ വല്ലതും പറയത്തില്ലേ. അപ്പം ഇതാകുമ്പം എനിക്ക് മേലാണെങ്കിൽ പണി ചെയ്യാൻ പോയി. ഇതാകുമ്പോൾ ചെറിയ പണിയല്ലേ, ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അന്വേഷിച്ച് പോട്ടെ. പറഞ്ഞാൽ പോരായിരുന്നോ തമ്പിച്ചേട്ടാ? അത് പറഞ്ഞ ശരിയാകത്തില്ല. അതൊന്നും ഞാൻ പറയാഞ്ഞത്. നീ എന്തിനാ അങ്ങോട്ട് വന്നത്? ഒരു മുഴം പൂ തരും. പൂവോ? പിടി, 50 രൂപ ഉള്ളൂ. വേണ്ട, ടിപ്പ് വെച്ചു. നീ പോ, ഞാൻ വരാം.